കോതമംഗലത്തെ രാത്രിയിലെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും ഇടക്കാല ജാമ്യം. കേസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള പോലീസിന്റെ ശ്രമമെന്ന് മാത്യു കുഴൽനാടൻ. പ്രതിഷേധം ശക്തമാക്കാൻ UDF. നേര്യമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ സംസ്കാരം ഇന്ന്. വ്യാപക പ്രതിഷേധത്തിന് നാട്ടുകാർ. എറണാകുളത്ത് UDFന്റെ കരിദിനം. മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി തുടർ സമരത്തിലേക്ക്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡീനും അസിസ്റ്റന്റ് വാർഡനും ഇന്ന് VCക്ക് വിശദീകരണം നൽകും. മറുപടിക്ക് ശേഷം തുടർ നടപടി. സംസ്ഥാനത്ത് ഇന്ന് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. വടക്കൻ ഗാസയിലെ ആശുപത്രികളിൽ പട്ടിണി കാരണം കുട്ടികൾ മരിക്കുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന. ടിബറ്റിലും സിൻജിയാങ്ങിലും ചൈനയുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിർത്താൻ ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സെമി ഫൈനൽ ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങുന്നു. ക്വാർട്ടറിൽ എതിരാളികൾ മിസോറാം. മത്സരം വൈകിട്ട് 7-ന് അരുണാചലിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ.